ചരിത്രത്തെയും വിശ്വാസത്തെയും ഒരുപോലെ വിസ്മയിപ്പിച്ചുകൊണ്ട് ബൈബിൾ കാലഘട്ടത്തിലെ ജൂഡിയൻ ഈന്തപ്പഴം ഇസ്രായേലിൽ വീണ്ടും തിരിച്ചുകൊണ്ടുവന്നു. വംശനാശം സംഭവിച്ചെന്ന് കരുതിയിരുന്ന ഈ പുരാതന ഈന്തപ്പനകൾ 2000 വർഷം പഴക്കമുള്ള വിത്തുകൾ മുളപ്പിച്ചെടുത്ത് വളർത്തിയെടുത്താണ് ശാസ്ത്രലോകം ഈ അത്ഭുതം സാധ്യമാക്കിയത്. പ്രശസ്ത ഇസ്രായേലി ടൂർ ഗൈഡ് യോവ് റോട്ടമാണ് ഈ വിസ്മയകരമായ നേട്ടം പങ്കുവച്ചത്. ഇസ്രായേലിലെ പുരാതന കോട്ടയായ മസാഡയിൽ നിന്ന് കണ്ടെത്തിയ വിത്തുകളാണ് ഈ പരീക്ഷണത്തിന് ആധാരമായത്. ഹെറോദേസ് രാജാവിന്റെയും പുതിയ നിയമത്തിന്റെയും കാലഘട്ടത്തോളം പഴക്കമുള്ള ഈ വിത്തുകൾ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ മുളപ്പിക്കുകയായിരുന്നു. 2005 ആദ്യത്തെ വിത്ത് മുളപ്പിച്ചത്. ഇതിന് ബൈബിളിലെ ഏറ്റവും ദീർഘായുസുള്ള വ്യക്തിയുടെ പേരായ മെതുസലേഹ് എന്നാണ് നൽകിയത്. ഇതൊരു ആൺപനയായതിനാൽ പഴങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് 2007 2011 ഇടയിൽ മുളപ്പിച്ച പെൺപനകൾ ഇപ്പോൾ പഴങ്ങൾ നൽകി തുടങ്ങി. സങ്കീർത്തനങ്ങളിൽ നീതിമാനെ പനയോട് ഉപമിച്ചിരിക്കുന്നതും എസെക്കിയേൽ പ്രവാചകൻ ഭാവിയിലെ ദേവാലയത്തെക്കുറിച്ച് വിവരിക്കുമ്പോഴും ഈന്തപ്പനകളെക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട്. ആധുനിക ഇസ്രായേലിന്റെ ഈന്തപ്പഴ വ്യവസായത്തിന് പിന്നിൽ 1930കളിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നടത്തിയ ഒരു രഹസ്യ ദൗത്യമുണ്ടായിരുന്നു. അന്ന് വിദേശങ്ങളിൽ നിന്ന് രഹസ്യമായി എത്തിച്ച ഈന്തപ്പന തൈകളാണ് ഇന്നത്തെ വലിയ വ്യവസായത്തിന് അടിത്തറപ്പാകിയത്. എന്നാൽ ഇപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ 2000 വർഷം പഴക്കമുള്ള തനത് ഇനത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിന് ഇരട്ടി മധുരമാകുന്നു.